ഓസ്ട്രേലിയ സ്വപ്നം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. കേരളത്തിൽ നടന്നൊരു സംഭവം ഓസ്ട്രേലിയ പാർലമെൻറ്റ് വരെ ചർച്ചയായിട്ടുണ്ട്. നിങ്ങളിൽ പലരും അറിഞ്ഞു കാണും കേരള പോലീസ് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് റാക്കറ്റിനെ പിടികൂടിയത്. അതിനുമുമ്പ് വേറൊരു കാര്യം പറയട്ടെ. ഇപ്പം ഇന്ത്യ മാത്രമല്ല കേട്ടോ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചതും കൊടുക്കുന്നതും കേസുകളൊക്കെ ഉള്ളത്. ഓസ്ട്രേലിയയിലും ഉണ്ട് കേസ്. അതിനെപ്പറ്റി ഞാൻ പറയാം. ഏകദേശം 1 ലക്ഷത്തോളം സർട്ടിഫിക്കറ്റുകളും അവർ പിടികൂടി. അതായത് 22 യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഈ കാര്യം ഓസ്ട്രേലിയയിലെ പാർലമെൻറ്റിൽ ഇവിടുത്തെ റൈറ്റ് വിങ് പാർട്ടിയുടെ MP ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ പറഞ്ഞ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഏകദേശം 10 ലക്ഷത്തോളമെങ്കിലും സർട്ടിഫിക്കറ്റുകൾ പുറത്ത് ജോലി നേടാൻ വേണ്ടിയിട്ട് ഈ റാക്കറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെന്നാണ്. ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തൊക്കെയാണെങ്കിൽ തന്നെ പാർലമെൻറ്റിൽ ഇത്ര ഒരു കാര്യം വന്നല്ലോ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇതിനകത്ത് ഒരു ചെറിയ നടപടികളൊക്കെ എടുത്തായിട്ട് ന്യൂസ് കാണാൻ പറ്റി. അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻസ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ചെക്കിങ് അത് വളരെ കുറച്ച് കൂടെ സ്ട്രിക്റ്റാക്കി മാറ്റി. അതായത് ഇന്ത്യയുടെ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ലെവൽ 2 ആയിരുന്നു, അത് ലെവൽ 3 മാറ്റി. അതായത് ഏറ്റവും താഴെയുള്ള ലെവലിലോട്ട് തന്നെ മാറ്റി. അതായത് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ചെക്കിങ്ങുകൾ ഈ വിസ അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലേക്ക് വരാൻ വേണ്ടിയിരിക്കുന്ന ജെന്യുവനായിട്ട് ഉള്ള ആളുകൾക്കും പണി കിട്ടിയെന്നാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് വിസയ്ക്ക് വീണ്ടും കാലതാമസം വരും. സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, പല ക്വസ്റ്റ്യൻസും പല സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഒരു കൂട്ടം ആളുകൾ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ല ആളുകൾക്കും കൂടെ പണി കിട്ടിയൊരു സംഭവമാണ് ഈ പറഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യ മാത്രമല്ല കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതെന്ന്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 2024 ലേറ്റ് തൊട്ട് 2025 വരെ ഏകദേശം 11ഓളം കോളേജുകൾ അടച്ചുപൂട്ടി. അതിനകത്ത് നിന്ന് ഏകദേശം 30,000 പിള്ളേർക്കുള്ള സർട്ടിഫിക്കറ്റും ഗവൺമെൻറ് ക്യാൻസലാക്കി. അതായത് എല്ലാം വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അത് പലരും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ ആയിരിക്കും മിക്കവാറും അതിനകത്ത് പഠിക്കുന്നത്. 30,000-ഓളം വ്യാജ സർട്ടിഫിക്കറ്റ് ഓസ്ട്രേലിയയും ക്യാൻസലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറേ ആളുകൾ, അപ്പോൾ ഞാൻ 1-2 പോസ്റ്റ് കണ്ടായിരുന്നു, ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ആളുകൾ പറയുന്നത് അവരുടെയൊക്കെ വിസകൾ അവരുടെയൊക്കെ ഇത് സർട്ടിഫിക്കറ്റ് ക്യാൻസലാക്കി എന്നാണ് പറയുന്നത്. അവർ വീണ്ടും ഇനി ആ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ ഇന്ത്യയിലും ഉണ്ട് ഓസ്ട്രേലിയയിലും ഒക്കെ. ഇതിനകത്ത് ഓസ്ട്രേലിയ ക്യാൻസലേഷൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യക്കാരാണോ നടത്തുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 1-2 പേരുകൾ പത്രത്തിൽ കണ്ടു. അതിനകത്ത് പഠിച്ച പിള്ളേരെയാണ്. അവർ പഞ്ചാബിൽ നിന്നുള്ള പിള്ളേരാണ് അവർ പഠിച്ചത്. അവർ കോടതിയിൽ കേസ് കൊടുത്ത് അതിനെ ചലഞ്ച് ചെയ്യാനൊക്കെ പോയി. പക്ഷേ എന്തായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, അപ്പം ഇങ്ങനെയൊരു പ്രശ്നം നിങ്ങൾ തോന്നുവാണ്, ഇതൊക്കെ ആളുകൾ അറിയണമെന്ന്, അതൊരു ഗൗരവമുള്ള വിഷയമാണെന്ന് നിങ്ങൾ തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, 10 പേർ അറിയട്ടെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഓസ്ട്രേലിയക്ക് വരാൻ നോക്കുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. എനിവേ നമുക്ക് കണ്ടറിയാം ഇനി എന്തൊക്കെ ചേഞ്ചസുകളാണ് ഗവൺമെൻറ് വരുത്താൻ പോകുന്നതെന്ന്.